Hello, greetings and welcome to AME Super English. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിൽ തന്നെ, അതായത് 100% ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു. അതിന് കാരണം ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടാതെ ഇന്ത്യയിലെ മറ്റു ചില സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികളുണ്ട്. കൂടാതെ ഗൾഫ് നാടുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലനേഷൻ കിട്ടുന്നത് കൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ആയിരിക്കും അവർക്ക് നല്ലത്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ CBSE സ്കൂളുകൾ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് പറയുമെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുന്ന മിക്കവാറും ടീച്ചേഴ്സ് മലയാളത്തിൽ തന്നെയാണ് പറയുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിലേക്കുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണിത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അവിടെ ഇവിടെ ഒന്നും മാറ്റി മറിച്ചൊന്നുമല്ല. ഇപ്പം തുടങ്ങുന്നത് കെമിസ്ട്രിയാണ്. യു ക്യാൻ സീ ദാറ്റ് വാട്ട് വി ഹാവ് റിട്ടേൺ ഇറ്റ് ഈസ് കെമിസ്ട്രി ഫൗണ്ടേഷൻ. അതായത് 9ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കെമിസ്ട്രിയുടെ ഫൗണ്ടേഷൻ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. ഈ 9ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫൗണ്ടേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ട്. അതൊന്ന്. യഥാർത്ഥ കെമിസ്ട്രി ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കേണ്ടത് 9ാം ക്ലാസ്സിലാണ്. പക്ഷേ പല സ്കൂളുകളും പേരൻസിനെ വെറുതെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒക്ടോബർ, നവംബർ ഒക്കെ മാസമാകുമ്പോഴേക്കും സിലബസ് തീർന്നു എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെ തീർക്കാൻ പറ്റും? ഫിസിക്സിലാണെങ്കിൽ വളരെ പ്രയാസമുള്ള ന്യൂട്ടോണിയൻ മെക്കാനിക്സാണ്. ഇത് കഴിഞ്ഞ് നേരെ 11ാം ക്ലാസ്സിലേക്കുള്ള അതേ ചാപ്റ്റേഴ്സാണ് ഫിസിക്സിലുള്ളത്. അത് മാത്രമല്ല, ഒരു സാധാരണ കിട്ടുന്ന സമയത്ത് പോലും തന്നെ ഫിസിക്സിൻ്റെ എല്ലാ രീതികളും പഠിച്ച് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഗിമ്മിക്കാണ്. ആളുകളെടുത്ത് ഞങ്ങൾ നേരത്തെ 10ാം ക്ലാസ് തുടങ്ങി എന്ന് പറഞ്ഞ് ചെയ്യുന്ന രീതി വളരെ കുട്ടികൾക്ക് ദോഷം ചെയ്യും. പേരൻസ് ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ പേരൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ആ ടോപ്പിക്കുകളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഇന്ന ചാപ്റ്റേഴ്സ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ വെറുതെ വന്നിട്ട് ഒക്ടോബർ ആകുമ്പോൾ, അതായത് 10 മാസത്തോളം അല്ലെങ്കിൽ 11 മാസം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ 6 മാസം കൊണ്ട് പഠിപ്പിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ ഹിസ്റ്ററിയും സിവിക്സും ഒന്നും അല്ലത്. ഇത് ഫിസിക്സാണ്, കെമിസ്ട്രിയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സാണ്. അതങ്ങനെ ഒറ്റയടിക്കൊന്നും പഠിപ്പിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കുട്ടികളും ശ്രദ്ധിക്കണം, പേരൻസും ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും സബ്ജക്റ്റ്.